ഹിന്ദി വിത്ത് രമ്യ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ സ്വരാക്ഷരങ്ങളെയും വ്യഞ്ജനാക്ഷരങ്ങളെയും നന്നായി മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ഈ വ്യഞ്ജനാക്ഷരങ്ങൾ ഉപയോഗിച്ച് കുഞ്ഞു കുഞ്ഞു വാക്കുകൾ ഉണ്ടാക്കാനും ഒപ്പം തന്നെ അതിനെ നന്നായി വായിക്കാനായിട്ടും ശ്രമിക്കാം. മലയാളം നമ്മൾ എങ്ങനെയാണോ പഠിക്കുന്നത് അതുപോലെ തന്നെയാണ് ഹിന്ദിയും പഠിക്കേണ്ടത്. ഈ വ്യഞ്ജനാക്ഷരങ്ങളെല്ലാം ഉപയോഗിച്ച് നമുക്ക് വാക്കുകൾ ഉണ്ടാക്കാം. ആദ്യമായി രണ്ടക്ഷരമുള്ള വാക്കുകൾ ഉണ്ടാക്കാം. രണ്ടക്ഷരമുള്ള വാക്കുകളെ ഹിന്ദിയിൽ ദോ അക്ഷർ വാലെ ശബ്ദം എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യത്തേത് ജ പ്ലസ് ല. അതിനെ ജല എന്നല്ല വായിക്കേണ്ടത്, ജൽ എന്നാണ് വായിക്കേണ്ടത്. ച പ്ലസ് ല, ചൽ. ഖ പ്ലസ് ര, ഖർ. മ പ്ലസ് ന, മൻ. സ പ്ലസ് ച, സച്ച്. ഗ പ്ലസ് ജ, ഗജ്. വ പ്ലസ് ന, വൻ. ദ പ്ലസ് സ, ദസ്. ഇനി നമുക്ക് മൂന്നക്ഷരമുള്ള വാക്കുകളെ പരിചയപ്പെടാം. മൂന്നക്ഷരമുള്ള വാക്കുകളെ ഹിന്ദിയിൽ തീൻ അക്ഷർ വാലെ ശബ്ദം എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യത്തേത് ക പ്ലസ് ല പ്ലസ് മ, കലം. ച പ്ലസ് ര പ്ലസ് ന, ചരൺ. ഷ പ്ലസ് ഹ പ്ലസ് ര, ശഹർ. പ പ്ലസ് വ പ്ലസ് ന, പവൻ. ഫ പ്ലസ് വ പ്ലസ് ന, പവൻ. മ പ്ലസ് ഗ പ്ലസ് ര, മഗർ. ബ പ്ലസ് ത പ്ലസ് ഖ, ബതഖ്. ഫ പ്ലസ് ജ പ്ലസ് ന, ഫജൻ. രണ്ടക്ഷരമുള്ളതും മൂന്നക്ഷരമുള്ളതുമായ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കി. ഈ വാക്കുകളുടെ അർത്ഥമൊന്നും ഇപ്പോൾ മനസ്സിലാക്കേണ്ടതില്ല. ആവർത്തിച്ച് വായിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നാലക്ഷരമുള്ള വാക്കുകളെ പരിചയപ്പെടാം. നാലക്ഷരമുള്ള വാക്കുകളെ ഹിന്ദിയിൽ അറിയപ്പെടുന്നത് ചാർ അക്ഷർ വാലെ ശബ്ദം എന്നാണ്. അതിലാദ്യത്തേത് ഉ പ്ലസ് പ പ്ലസ് വ പ്ലസ് ന, ഉപവൻ. ബ പ്ലസ് ച പ്ലസ് പ പ്ലസ് ന, ബച്പൻ. ധ പ്ലസ് ര പ്ലസ് മ പ്ലസ് സ, ധർമ്മസ്. ഖ പ്ലസ് ഠ പ്ലസ് മ പ്ലസ് ല, ഖട്മൽ. ശ പ്ലസ് ര പ്ലസ് ബ പ്ലസ് ത, ഷർബത്ത്. അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്പെടും. ആവർത്തിച്ചു വായിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് അക്ഷരങ്ങളെ തിരിച്ചറിയാനും അവയെ നന്നായി എഴുതാനായിട്ടും സാധിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ.